Hello everyone, Assalamu alaikum. Welcome to our channel. ഇന്ന് ഞാനിവിടെ ചാർക്കോൾ ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് സ്റ്റൗ ടോപ്പിൽ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഞാനിവിടെ ചിക്കൻ വലിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ഞാനൊന്ന് ഡീപ്പ് കട്ട്സും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ശേഷം ഞാനിവിടെ കുറച്ച് നല്ല ജീരകം വറുത്തെടുത്തത് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ലെമൺ ജ്യൂസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസസിലേക്ക് നന്നായി തന്നെ മസാല പുരട്ടി കൊടുക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല തേച്ച് പിടിപ്പിക്കണം. ആ കട്ട്സ് ഉള്ളിടത്തൊക്കെ നന്നായി മസാല തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഫുൾ ചിക്കൻ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ചൂടായ ശേഷം നമുക്കതിലേക്ക് 1 ചിക്കൻ പീസസും ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മൊരിച്ചെടുക്കണം. ഒരു സൈഡ് നന്നായി ഒന്ന് മൊരിച്ചൊരു ബ്രൗൺ കളർ വന്ന ശേഷം നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡ് ഇവിടെ ചെറിയൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മറ്റേ ഭാഗവും ഒന്ന് മൊരിച്ചെടുക്കാം. ഞാനിവിടെ ഇതൊന്നും കവർ ചെയ്തിട്ട് 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിനിടയിൽ ഒരു പ്രാവശ്യം കൂടി ഒന്ന് മറിച്ചിട്ട് ഒന്ന് മുരിച്ചെടുത്തിരുന്നു. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ചാർക്കോൾ വെച്ച് കൊടുക്കാം. ചാർക്കോൾ നന്നായി ചൂടാക്കിയ ശേഷം അതൊരു ഫോയിൽ പേപ്പറിൽ വെച്ചിട്ട് അതിൻ്റെ മിഡിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല സ്മോക്ക് വരുമ്പോൾ അത് നമുക്ക് ഒന്ന് അടച്ചു മൂടി വെക്കാം. ഞാനിതിവിടെ ഒരു 30 മിനിറ്റ്സ് ഇങ്ങനെ മൂടി വെച്ചിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 അവർ മൂടി വെക്കാം. നമ്മുടെ ചാർക്കോളിൻ്റെ ഫ്ലേവർ എല്ലാം ചിക്കനിൽ നന്നായി ചെന്നിട്ടുണ്ട്. നമ്മുടെ ചാർക്കോൾ ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അത് ചൂടോടെ തന്നെ നമുക്കിത് കഴിക്കാം. ഇത് നമുക്ക് റൈസ് കൂട്ടിയും പിന്നെ റൊട്ടിയും ഹമ്മൂസ് എല്ലാം കൂട്ടിയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം പറയണം. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ശേഷം ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കും. ഇനി അടുത്തൊരു വീഡിയോയുമായി വരും വരെ ടേക്ക് കെയർ എവരിവൺ. അസ്സലാമു അലൈക്കും.